ആറാമത്തെ ശ്ലോകമാണ്. വേണുരന്ധ്രതരളാങ്കുലീതളം താളസഞ്ചലിത പാദപല്ലവം തൽസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാഃ. വേണുരന്ധ്ര തരളാങ്കുലീതളം, ഭഗവാന്റെ ദിവ്യം, ഭഗവാന്റെ തൃക്കൈകളിലെ ഭഗവാന്റെ തിരുവിരലുകൾ, ആ വിരലുകൾ വേണുഗാനത്തിൻ്റെ വേണുവിൻ്റെ മുരളിയുടെ ദ്വാരങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൈകളിലെ നഖചന്ദ്രന്മാരുണ്ട്. ഈ ചന്ദ്രന്മാർ ഒന്നിച്ച് വേണുവിൽ കൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും. മനോഹരമായിട്ടുള്ള വേണുഗാനം, അതിൻ്റെ ആ ശബ്ദം, ഭഗവാൻ ആ വേണുവിൽ കൂടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് ആ ഓടക്കുഴലിൻ്റെ വേണുവിൻ്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥ, പിന്നെ ഭഗവാന്റെ തിരുവിരലുകളുടെ മനോഹരമായിട്ടുള്ള അവസ്ഥ, അങ്ങനെ താളസഞ്ചലിത പാദപല്ലവം, അതിനനുസരിച്ച് ഭഗവാൻ തൻ്റെ വേണുഗാനത്തിനനുസരിച്ച് ഭഗവാൻ തൻ്റെ പൊഞ്ചിലുമ്പ് കിലുങ്ങുന്ന വിധത്തിൽ പതുക്കെ ആ കാലുകൊണ്ട് താളം പിടിക്കുന്നുണ്ട്. അത് അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാന്റെ ആ രൂപത്തിനെ ചിന്തിച്ച് ഗോപികമാർ എന്തെന്നില്ലാത്ത ഒരു ദിവ്യമായിട്ടുള്ള മോഹാവസ്ഥയിലെത്തിച്ച്, എക്സ്റ്റസി എന്ന് പറയും, മോഹാവസ്ഥയിലെത്തിച്ചേർന്നു എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.